കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേത് ചിലപ്പോൾ ബംഗാളാകാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ബംഗാളിലൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. കേരളത്തിലാകെ അസംതൃപ്ത വിഭാഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്നതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ആ പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയാൽ കേരളവും ഒരു ബംഗാളാകും എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലല്ലോ. വോട്ടിംഗ് ശതമാനം 2 അക്കത്തിൽ താഴെയാണല്ലോ, 1 അക്കാണല്ലോ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം. കേരളത്തിലെ പാർട്ടി അങ്ങനെ ആകാൻ പാടില്ല എന്ന ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഇത്തരം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുള്ള ഒരു തീരുമാനമായിരിക്കല്ലോ ഇത്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി എന്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അത് കാലം തെളിയിക്കും എന്നത് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാം. ഒരാഴ്ച മുമ്പ് ആ സമയത്ത് അദ്ദേഹം താങ്കളോട് ഏതെങ്കിലും രീതിക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം, സമവായത്തിലെത്താമെന്ന് ഒന്നുമില്ല. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പുസ്തകത്തിനകത്തെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു എന്നതാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെനിക്കറിയില്ല. അത് ആ സൂചന ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. ആയിരിക്കും. ആയില്ലേ? പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്നാണ് MP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ നിലപാടിലേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ എതിരാളികൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇതിനകത്തുള്ളവർക്കേ സാധിക്കൂ. ആ നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടല്ല എല്ലാ കാലത്തും സ്വീകരിച്ചത്. ഇന്നിപ്പോൾ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ചൂണ്ടിക്കാട്ടിയവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാർട്ടി തകരുക എന്ന് പറയുന്നത് അത് സ്വയം ഈ പാർട്ടിക്കകത്തെ നേതൃത്വം ഉണ്ടാക്കുന്ന അവരുടെ നിലപാടിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് തിരുത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടത്തിയത്. പയ്യന്നൂർ മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ തുറന്നു പറച്ചിലിന് ശേഷം വളരെ സജീവമാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാം? ഞാൻ അതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഒട്ടാഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. ഇതുവരെ ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഇനിയൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. എൻ്റെ ജീവിതകാലത്തിനിടയിൽ, ഇപ്പം മാത്രമല്ല, എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. പാർട്ടി TA മധുസൂദനെ വീണ്ടും പയ്യന്നൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാലോ? അത് പാർട്ടിയുടെ തീരുമാനം. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല. ഈ പാർട്ടി വിട്ടുപോകും, മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യില്ല. പോരാട്ടം എങ്ങനെ തുടരാനാണ്? അത് നോക്കാന്ന്. പാർട്ടിക്കകത്തുനിന്ന് പോരാടി, ഇനിയിപ്പോ പാർട്ടിക്ക് പുറത്തുനിന്ന് പോരാടും. നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല. ഒരു പാർട്ടി പ്രശ്നം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതോ തീർക്കേണ്ടതോ ആയ വിഷയമല്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. നിയമപരമായി പരിഹാരം കാണേണ്ടുന്ന ഒന്നല്ല. അല്ലേ? ഓക്കെ. വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതിന് ശേഷമുള്ള കുഞ്ഞികൃഷ്ണന്റെ ആദ്യത്തെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. തൻ്റെ പുസ്തകത്തിൽ കുറെ കൂടി കടുത്ത പരാമർശങ്ങളുണ്ട്. ആ പുസ്തകം പുറത്തു വന്നാൽ പാർട്ടി എന്തായാലും പുറത്താക്കും. അത് താൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നു. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതേസമയം ടി.ഐ. മധുസൂദനെ ഇനിയും പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നാൽ
എന്തായിരിക്കും നീക്കം നിലപാട് എന്ന ചോദ്യത്തിന് അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പകരം സ്ഥാനാർത്ഥിയാകുമോ മറ്റേതെങ്കിലും പാർട്ടികളുടെ ഓഫർ സ്വീകരിക്കുമോ എന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായ മറുപടി അതിനില്ല. അങ്ങനെ മറ്റു പാർട്ടികളിലേക്ക് ഒപ്പം സ്ഥാനാർത്ഥി മോഹമോ തനിക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു വി കുഞ്ഞികൃഷ്ണൻ. എന്തായാലും തൻ്റെ പുസ്തകത്തിൽ കുറെ കൂടി വലിയ ബോംബുണ്ട് എന്ന മുന്നറിയിപ്പ് അദ്ദേഹം പാർട്ടിക്ക് നൽകുകയും ചെയ്യുന്നു എന്നതുകൂടി കാണണം. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ ജില്ലാ